നമ്മൾ നമ്മൾ എന്താണ് അനുഭവിക്കാനുള്ള കാരണം ഞാനായിരിക്കണം. ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു, അതാണ് എൻ്റെ ജീവിതം. അല്ലാതെ യാന്ത്രികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അങ്ങനെ അല്ല. ഞാൻ സങ്കല്പിക്കുന്നു അതുമല്ല. ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു. ഞാൻ അനുഭവിക്കുന്നത് എന്നിലാണെങ്കിൽ അവിടെയാണ് ജീവിതം തുടരുന്നത്. പലപ്പോഴും നമ്മൾ യാദൃശ്യമായിട്ട് യാന്ത്രികമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ചുറ്റുപാടും കാണുന്ന കാലത്തിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നു വെച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ എന്ത് സംഭവിക്കും? നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭാഗം വരുന്നില്ല. ഞാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ജീവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എനിക്ക് ശ്രദ്ധയുണ്ടാകും, ശ്രദ്ധയ്ക്ക് സ്ഥിരതയുണ്ടാകും. കാരണം ശ്രദ്ധ വിട്ടുപോകത്തില്ല. അവിടെ ഞാൻ പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന അനുഭവമാണ്. മറ്റുള്ളവർ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഭാഗത്തുള്ളത് ചുറ്റുപാടും കാണുന്നതിനെ ആശ്രയിച്ചിട്ടുള്ള അനുഭവം അവിടെ ശ്രദ്ധയ്ക്ക് സ്ഥിരത ഉണ്ടാകത്തില്ല. ശ്രദ്ധയ്ക്ക് ഒരു കാരണവശാലും സ്ഥിരത ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വിഷമം, ദുഃഖം ഇതെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തെ നമ്മൾക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേ ഉള്ളു തുടർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. മിക്കപ്പോഴും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സൃഷ്ടിച്ച അനുഭവം അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവത്തിൽ അവിടെ തുടർച്ചയുണ്ടാകും. അപ്പോൾ തുടർച്ചയില്ലാത്തത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സർവ്വ പ്രശ്നത്തിനും കാരണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, ആരുടെ ജീവിതത്തിലും കുഴപ്പമില്ല. എല്ലാവരും ശ്വാസമൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ല, ശ്വാസം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നുള്ള ഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജീവിതത്തിൻ്റെ ഭാഗം അറിയാണ്ട് പോകുന്നു. ജീവിതത്തിൻ്റെ ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന അവസ്ഥ അനുഭവത്തിൽ കൊണ്ടുവരണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അവിടെയാണ് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ നിർണായകമാകുന്ന. അവിടെയാണ് ശരിക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വിട്ടിട്ട് ഞാൻ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ അനുഭവിക്കുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ, ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെയാണ് ആശ്വാസം. നമസ്കാരമുണ്ട് രമ. അപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവമാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഇത് മറ്റുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ള അനുഭവത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് വഴക്ക് പിടിക്കുകയും തല്ലുപിടിക്കുകയും അവരുമായിട്ട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മളെന്ന് പറഞ്ഞ ഭാഗമാണ്. അതെപ്പോഴും നമ്മളായിട്ടാണ് നിൽക്കുന്നത്. അത് ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിൽ അത് കടന്നു വരത്തില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അനുഭവം, നമ്മളുണ്ടാക്കുന്ന അനുഭവം, ഇത് കൃത്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരണം. ഞാൻ ഉണ്ടാക്കുന്ന അനുഭവം, നമ്മളുണ്ടാക്കുന്ന അനുഭവം, സ്വപ്നം ഉണ്ടാക്കുന്ന അനുഭവം, സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട് അല്ലേ? ഭക്ഷണം ഉണ്ടാക്കുന്ന അനുഭവം, ഭക്ഷണം രുചി തരുന്നു, അതുകൊണ്ടുണ്ടാകുന്ന അനുഭവം. ശബ്ദമുണ്ടാക്കുന്ന അനുഭവമുണ്ട്, അത് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു. ശ്വാസമുണ്ടാക്കുന്ന അനുഭവമുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർന്ന് ഞാൻ ഉണ്ടാക്കുന്ന അനുഭവമുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അനുഭവത്തിൽ ഞാൻ എൻ്റെ അറിവോടുകൂടി ഇവിടെ വ്യത്യാസമുണ്ട്. ശ്വാസം ഉണ്ടാക്കുന്ന അനുഭവം അത് വ്യത്യാസമുണ്ടാകും. ശബ്ദമുണ്ടാക്കുന്ന അനുഭവം അതിന് വ്യത്യാസം ഉണ്ടാകും. ഞാനുണ്ടാക്കുന്ന അനുഭവം, ഞാൻ എന്ന് പറയുന്ന അവസ്ഥ, എന്നിൽ ഞാൻ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാക്കുന്ന അനുഭവം, അതിനാണ് നമ്മളുടെ തുടർച്ചയ്ക്ക് ഉള്ള ഭാഗം തരാൻ സാധിക്കുന്നത്. ഞാൻ അനുഭവത്തെ ഉണ്ടാക്കണം. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ, സഹോദരി, സുഹൃത്തുക്കൾ, കാമുകൻ, കാമുകി, ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു. ഇനി നമ്മൾ കാമുകനെടുത്തു അല്ലെ കാമുകിയെടുത്തു,
ഈ കാമുകനും കാമുകിയിലും എന്നും കാമം മാത്രം വർക്ക് ചെയ്യല, എന്നും കാമം മാത്രം വർക്ക് ചെയ്യല. വ്യത്യസ്തമായിട്ടുള്ള പലതും അവരിൽ നിന്ന് വരും. ഒരു കാരണവശാലും സ്ഥിരമായിട്ട് ഒരു ഊർജം അവരിൽ നിന്ന് പ്രവഹിക്കത്തില്ല. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ സ്ഥിരത ഉണ്ടാകത്തുള്ളൂ. വേറെ എന്ത് ഭാഗത്തെ ആശ്രയിച്ചാലും, നമ്മുടെ ശ്വാസത്തെ ആശ്രയിച്ചാലും, ശബ്ദത്തെ ആശ്രയിച്ചാലും, ആഹാരത്തെ ആശ്രയിച്ചാലും എല്ലാം വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഞാൻ അനുഭവത്തെ ഒരേപോലെയുള്ള അനുഭവം, ഇതിന് ശ്വാസത്തെ വേറിട്ട് ആശ്രയിക്കുന്നില്ല, ശബ്ദത്തെ വേറിട്ട് ആശ്രയിക്കുന്നില്ല, രുചിയെ വേറിട്ട് ആശ്രയിക്കുന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയും അതിനുള്ള സാധ്യത ഞാൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ നിരന്തരം പ്രവർത്തിക്കാം. അങ്ങനെയുള്ള ഞാൻ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസം. ഇപ്പം നമ്മൾ മറ്റൊരാളോട്ട് സഹകരിച്ചു, മറ്റൊരാളുടെ സഹകരിക്കുന്ന ഭാഗത്തിന് നൈരന്തര്യതയില്ല, ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാമത്തിലില്ല, ഒന്നിലുമില്ല. ബാക്കിയുള്ള എല്ലാ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരൊക്കെ അസ്തമിച്ചു പോകും. അവരൊക്കെ ഉദിച്ചതുപോലെ തന്നെ അസ്തമിച്ചു പോകും. ഇപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഭാഗം എത്രത്തോളം ഉണ്ട്. നമ്മളാണ് ഈ പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, ഇതെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത്? ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ. നമ്മളും അനുഭവത്തെ സൃഷ്ടിക്കുകയും, ശ്വാസവും അനുഭവത്തെ സൃഷ്ടിക്കുകയും, വെള്ളവും അനുഭവത്തെ സൃഷ്ടിക്കുകയും, ഭക്ഷണവും അനുഭവത്തെ സൃഷ്ടിക്കുകയും, എല്ലാം അനുഭവത്തെ സൃഷ്ടിക്കും. പക്ഷേ അതിലൊന്നും സ്ഥിരത ഉണ്ടാകത്തില്ല. സ്ഥിരത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അവിടെയാണ് സ്ഥിരത വരുന്നത്. ബാക്കിയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ക്രമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഭാഗത്തിലാണ് മുൻതൂക്കം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ ഞാൻ നിലനിൽക്കത്തുള്ളൂ. ഇത് എന്ത് നിലനിൽക്കണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥ അവിടെ വരണം. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ സങ്കല്പം എന്നും സങ്കല്പത്തിലുണ്ട്. സങ്കല്പമായിട്ട് സങ്കല്പം ഉണ്ടാകും. പക്ഷെ ബാക്കിയുള്ള അനുഭവങ്ങളെല്ലാം പോകും. ഈ ബാക്കിയുള്ള അനുഭവങ്ങളെല്ലാം പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ അവസ്ഥ അവിടെ നിൽക്കത്തില്ല. അപ്പോൾ സങ്കല്പത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? സങ്കല്പത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നശിച്ചു പോകും. ഇനി ഞാനെന്ന് പറയുന്ന അനുഭവത്തിലിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ചേർന്ന് നിൽക്കും. എന്താണ് ഞാനെന്ന് പറയുന്ന അനുഭവത്തിൻ്റെ പ്രത്യേകത? എന്താണ്? സർവ്വതും ചേർന്ന് നിൽക്കും. അവിടെ യാതൊരു കാരണവശാലും യാതൊരു വിഷയമില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ സർവ്വകാര്യങ്ങളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സർവ്വകാര്യങ്ങളും ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകത്തില്ല, യാതൊരു രോഗവും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? ഞാൻ സർവ്വതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സ്വപ്നം, സങ്കല്പം, ആഗ്രഹങ്ങൾ ഇതിൻ്റെ ഒന്നിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നിടത്ത് സർവ്വകാര്യങ്ങളും വന്നു ചേർന്നോളൂ, എല്ലാം വന്നു ചേർന്നോളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഞാനെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാക്കത്തില്ല. അത് കൃത്യമായിട്ട് അവനവൻ തന്നെ അനുഭവത്തിൽ പരിശോധിച്ച് അറിയേണ്ട കാര്യമാണ്. അല്ല മറ്റൊരാൾ പറഞ്ഞു അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കേണ്ടത് മാത്രമേ നമ്മളുള്ളൂ. അതെ അതെ, നമ്മൾ എനിക്കെന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അവിടെ നമ്മളിൽ നിന്ന് പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ സംഭവം. അതെ, നിങ്ങൾ കാരണമാണ്.
അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ഈ കുറ്റപ്പെടുത്തും തോറും ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ അനുഭവത്തെ ഇല്ല, ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം നിരന്തരം. അവിടെ നിരന്തരം പണിയെടുക്കണം, അല്ലാണ്ട് വല്ലപ്പോഴും കൂടി പണിയെടുക്കാൻ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ നിരന്തരം പണിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിരന്തരം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ നമ്മളുടെ കാഴ്ച നൈരന്തര്യത്തിലായിരിക്കും. ഒരിക്കലും അപ്രസക്തമാണ്. അയ്യോ പോയാ പോയി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ സൃഷ്ടിച്ച അനുഭവമല്ല. അതുകൊണ്ട് കൃത്യമാണ്, ഞാൻ സൃഷ്ടിച്ച അനുഭവം പോകത്തില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ പലപ്പോഴും ആശങ്കയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ആശങ്കയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് വന്നു, അത് പോയി, എനിക്ക് കിട്ടിയതാണല്ല, എന്ത് രസമായിരുന്നു, സുഖമായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സുഖം പോയി. അതെന്താ കാരണം? കാരണം ഞാൻ സൃഷ്ടിച്ചതല്ല. എന്ത് രസമായിരുന്നു, ഭയങ്കര സുഖമായിരുന്നു എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം. അത് നമ്മളായിട്ട് സൃഷ്ടിച്ചതാണ്. അത് വരികയും പോവുകയും ചെയ്യും. ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവം അത് നിരന്തരമാണ്. അവിടെയാണ് നമുക്ക് ശാന്തി, അവിടെയാണ് നമുക്ക് ആശ്വാസം. കാരണം അത് നിരന്തരമായിട്ടുണ്ട്. മറ്റേതെല്ലാം വരികയും പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്വപ്നം, സങ്കല്പം, ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭവം അതിൽ സ്ഥിരതയില്ല. അതിലൊരിക്കലും തുടർച്ച ഉണ്ടാകത്തില്ല. ആകെ കൂടി നമുക്ക് ആകാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നതാണ്. ഞാൻ സൃഷ്ടിച്ച അനുഭവം അതൊരിക്കലും മാറിപ്പോകത്തില്ല. അവിടെയാണ് നമ്മുടെ ആശ്വാസം. പിന്നെ അവിടെ കോംപ്ലിക്കേഷൻ ഇല്ല, ഒരു കാലത്തും ഉണ്ടാകത്തില്ല. ഇവിടെയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം. നമ്മളെന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. എന്നാലേ നമ്മൾ അവിടെ നമുക്ക് എന്ത് വേണേലും, നമ്മുടെ ഭാഗത്ത് കാമം വന്നു, ലഹരി വന്നു, കൊതി വന്നു, പലതും വന്നു, ഭ്രമം വന്നു, ആയിക്കോട്ടെ. പക്ഷെ ഒരു കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഭ്രമമാണെന്നും ഞാൻ സൃഷ്ടിച്ചതല്ലെന്നും ഭ്രമം കാലത്തിൻ്റെ ഭാഗത്തു നിന്നാണെന്നും അത് അസ്തമിച്ച് പോകുമെന്നുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവുണ്ട്. ഇനി നമുക്ക് അസ്വസ്ഥത വന്നു. ഈ അസ്വസ്ഥത നമ്മൾ നിലനിർത്തി എന്ത് സംഭവിക്കും? അതിൽ നിന്നാണ് രോഗങ്ങളുണ്ടാകുന്നത്. അസ്വസ്ഥതയാണ് രോഗത്തിന് കാരണം. ഇനി ഭ്രമത്തിൽ പെട്ടുപോയാൽ അതും നമുക്ക് മാനസിക അസ്വസ്ഥതയും രോഗവും ഉണ്ടാക്കും. നമുക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്ന ഭാഗമാണ്. ഭ്രമം വന്നു, ഭ്രമത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഭ്രമത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാകും. അസ്വസ്ഥതയെ ആശ്രയിച്ചാലും രോഗമാണ്, ഭ്രമത്തെ ആശ്രയിച്ചാലും രോഗമാണ്, കാമത്തെ ആശ്രയിച്ചാലും രോഗമാണ്. പക്ഷേ നമുക്കിതെല്ലാം ഉപയോഗത്തിൽ കൊണ്ടുവരാം. നമുക്ക് ഇതെല്ലാം ഇതര ഭാഗ അനുഭവ തലങ്ങളെ നമുക്ക് ഉപയോഗത്തിൽ കൊണ്ടുവരാം. അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട്, ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട്, ശ്രദ്ധിക്കണേ, ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച ഭാഗം പോകുമോ? അതൊരിക്കലും പോകത്തില്ല. അത് അവിടെ തന്നെ എന്നും ഉണ്ടാകും. അതൊരിക്കലും പോകത്തില്ല. ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ് ഈ ഭാഗം. ശ്രദ്ധിക്കണേ, ഞാൻ സൃഷ്ടിക്കാത്ത അനുഭവം, അതിന് നമ്മളെന്തിനാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം? എന്തിനാണ്? ഒരിക്കലും നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സൃഷ്ടിക്കാത്ത അനുഭവമാണ്. എല്ലാവരും എപ്പോഴും പറയും ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു. അതൊന്നും നമ്മൾ ഏറ്റെടുക്കണ്ട. അതിൻ്റെ പേരിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പണ്ട് കാലത്ത് നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഞാൻ സൃഷ്ടിച്ച അനുഭവമല്ല. പക്ഷെ ഞാനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിഷമിക്കും. സത്യത്തിൽ ഞാൻ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ സൃഷ്ടിക്കാത്ത അനുഭവമാണ് വിഷമം. വിഷമം എന്ന് പറയുന്നത് പലവരുടെ ഭാഗമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതാണ്. ശ്രദ്ധിക്കണേ, അസ്വസ്ഥത, ദേഷ്യം, അഹങ്കാരം ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറത്ത് നിയന്ത്രണവുമില്ല. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൃത്യമായിട്ടറിയാം, ഇത് ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ്. അതെങ്ങനെ ഇരിക്കും? അതങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇരിക്കും. അത് ആർക്കും വന്ന്
കോലിട്ട് ഇളക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവം അവിടെ എന്തുണ്ട്? അവിടെ ശാന്തിയുണ്ട്, അവിടെ സമാധാനമുണ്ട്. മറ്റേത് ഗുരു സൃഷ്ടിച്ച അനുഭവം. ഗുരു സൃഷ്ടിച്ചു എന്ന് കുറേ അനുഭവങ്ങൾ, അമ്മ സൃഷ്ടിച്ചു എന്ന് കുറേ അനുഭവങ്ങൾ, ഭർത്താവ് സൃഷ്ടിച്ചു എന്ന് കുറേ അനുഭവങ്ങൾ, ഐസ്ക്രീം സൃഷ്ടിച്ചു എന്ന് കുറേ അനുഭവങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ പെടുന്നത്. ഇതെല്ലാം നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സൃഷ്ടിച്ചു തരും. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സൃഷ്ടിച്ചു തരും. അതുകൊണ്ട് ഇത് ഒരുമിക്കത്തില്ല, ഇതിന് ഒരുമയില്ല. അങ്ങനെ വരുന്നതാണ് നമ്മൾ ചിന്തയിൽ സ്റ്റോർ ചെയ്യുന്നത്. കാരണം എല്ലാത്തിനും വ്യത്യാസമുണ്ട്, പരസ്പരം സഹകരിക്കത്തില്ല, ഒരുമിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം മെമ്മറിയിൽ അങ്ങോട്ട് സ്റ്റാക്ക് ചെയ്യും. എല്ലാം വ്യത്യാസമായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റാക്ക് ചെയ്യും. ഞാൻ സൃഷ്ടിക്കുന്ന അനുഭവം മെമ്മറിയിലോട്ടല്ല പോകുന്നത്, അത് അനുഭവത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ സൃഷ്ടിക്കുന്നത് അനുഭവമായിട്ട് മാറും. എങ്ങനെ? സ്ഥിരമായിട്ടുള്ള അനുഭവമായിട്ട് മാറും. അവിടെ മെമ്മറിയുടെ ആവശ്യമില്ല. കാരണം അത് ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്നും, അതൊന്നുമായിട്ടും വിഘടിക്കുന്നില്ല. അത് ഒരുമിച്ച് നിൽക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് അവിടെ സ്ഥിരതയുണ്ട്. ശ്രദ്ധിക്കണേ, അവിടെ നിന്നും സ്ഥിരതയുണ്ട്. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ്. അതുകൊണ്ട് ആരുടെ ഭാഗത്ത് ചെന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് മറ്റൊരാളെ മനസ്സിലായില്ല എന്ന് പറയുന്ന ഭാഗമില്ല, ബുദ്ധിമുട്ടില്ല. എനിക്കറിയാം എന്ത് മനസ്സിലാക്കണം. കാരണം മനസ്സിൻ്റെ ഭാഗത്ത് എന്ത് മനസ്സിലാക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യതയുണ്ട്. എന്താ കാരണം? ഞാൻ സൃഷ്ടിച്ച അനുഭവമുണ്ട്. ആ അനുഭവം എന്ത് ചെയ്യും? ആ അനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണ്? സർവ്വകാര്യത്തിൻ്റെയും വിശദീകരണം തരും. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എനിക്ക് കിട്ടേണ്ട വിശദീകരണങ്ങൾ എല്ലാത്തിൽ നിന്നും തരാൻ തുടങ്ങും. ശ്രദ്ധിക്കണം, എല്ലാ അനുഭവങ്ങളും കൃത്യമായിട്ട് നമുക്ക് തരും. ഒരു കാരണവശാലും നമ്മളെ അപകടത്തിൽ കൊണ്ടെപ്പെടുത്തത്തില്ല. ഇന്നലെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോയി, ഉള്ളിലൂടെ ഇച്ചിരി ഉൾപ്രദേശത്തോട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് ചെന്നതാണ്. അവിടെ ഇരിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അപ്പം തന്നെ ആനയുടെ മണം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ ഇച്ചിരി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ആന നിൽക്കുന്നു. ആനേനെ നമ്മളൊന്ന് ഓടിച്ച്, ആന പെട്ടെന്ന്, അപ്പോൾ അത് പിടിയാനയാണ്. പിടിയാനയാണെങ്കിൽ ഉറപ്പാണ് വേറെ ആന കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴേ കൂടി കറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു 5-6 ആനയുണ്ട്. 2 ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളുടേതായിട്ടുള്ള ഭാഗത്ത് പറയുന്നത് നമ്മളിവിടെ ഉണ്ട്, നമ്മളിപ്പോൾ ആനയും അവിടെ നിന്ന് ഇങ്ങോട്ട് ആനയുടെ രീതിയിൽ. പക്ഷെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആന എപ്പോഴും ഒരു ഇച്ചിരി ആക്റ്റീവായിരിക്കും. കാരണം കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം നമ്മളവിടെ നിന്ന് മാറണം. ഇത് നമ്മുടെ സാമാന്യ ബോധമാണ്. നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന്, ഇതാരും പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല, ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരുടെയും വിചാരം ഒരാൾ പറഞ്ഞു തന്നിട്ടാണ്, പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് അവിടെ ചെന്ന് കെന്നുമുണ്ട്, ഷാഫി, ജെനി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കെന്ന് അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് ആനയുടെ മണമുണ്ട്, ഷാഫി പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. നാച്ചുറലി. പക്ഷെ നമ്മൾ ആനയെ കണ്ടില്ല, ആനയുടെ മണം വന്നിട്ടാണെന്ന് പറയും അല്ലേ? ഓക്കെ, ഈ മണം വന്നെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ബോഡി ഒരു ഫോറിൻ എലമെൻ്റ് ശ്രദ്ധിച്ചു, ഇതിനെ ആനയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അതിൻ്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സ്ട്രോങ് ആയിട്ടൊരു സംഭവം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് നമുക്ക് അനുകൂലമല്ല. അത് ആനയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബോഡിയുമായിട്ട് ഡിഫറൻ്റായിട്ട് വരുന്ന സംഭവം നമ്മുടെ ബോഡിക്ക് കൊള്ളത്തില്ല. അതങ്ങനെയാണ്. ഇപ്പോൾ അമ്മോണിയയുടെ സ്മെല്ലാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ഇരിക്കത്തില്ല. ഇത് നേരത്തെ ഈ ഡിഫറൻസ്, ഇതിനെ നമ്മൾ നാറ്റമെന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കും. പക്ഷേ നമ്മൾ നാറ്റമെന്ന് പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സൂക്ഷ്മമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണം? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എനിക്ക് കൊള്ളാത്തതാണ്.
ഇവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള അനുഭവത്തിൽ ചേരാത്തത് വരുമ്പോൾ അത് ചേരാതെ തന്നെ നിൽക്കും. ശ്രദ്ധിക്കണേ, ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ ചേരാതെ നിൽക്കുന്ന അനുഭവങ്ങളെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കാണാം. ഇവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് സർവ്വകാര്യങ്ങളുടെ വിശദീകരണം തരാനുള്ള പ്രാപ്തിയുണ്ട്. അവിടെയാണ് ശരിയായിട്ടുള്ള ബന്ധം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിന് ഒട്ടനവധി സാധ്യതകളുണ്ട്. വെറുതെ ഉള്ള ഭാഗമൊന്നുമല്ല. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിന് സർവ്വകാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്ത് തരാൻ തുടങ്ങും. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഞാൻ ആകുന്നത്. ഞാൻ അനുഭവത്തെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഞാനെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തു സംഭവിക്കും? പലവരുമായിട്ട് പല ബന്ധങ്ങളുണ്ടാക്കും. അത് ബന്ധനത്തിലാവും. പല സംഭവങ്ങൾ സ്വന്തമാക്കും. അതും നമുക്ക് തലവേദനയാവും. ഓ, എൻ്റെ വീടിൻ്റെ ഒരു മൂല പൊളിഞ്ഞുപോയി. വിഷമിക്കുമായിരുന്നു അല്ലേ? എൻ്റെ വീടിൻ്റെ ഒരു മൂല പൊളിഞ്ഞുപോയി. പണിയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട് മുഴുവനും തകർന്നു പോയി, ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട് മുഴുവനും തകർന്നു പോയി, വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ ബിസിനസ് കംപ്ലീറ്റ് തകർന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കാണുന്നത് എങ്ങനെ? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് തകരുന്നതായിട്ട് കാണത്തില്ല. ഒരിക്കലും ബിസിനസ് തകരുന്നതായിട്ട് കാണത്തില്ല. കാരണം എന്താ? ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിലുണ്ട്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാതെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബിസിനസ് തകരുമ്പോൾ ഞാനും തകരും. ഒരു സംശയം വേണ്ട, തകർന്നു. എനിക്ക് നല്ലൊരു ഭാര്യയുണ്ട്, ആ കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാര്യ തലവേദനയായിട്ട് മാറും. ഒരു സംശയം വേണ്ട. ഞാനൊരു കാർ മേടിച്ചു, പക്ഷെ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടില്ല. എന്ത് സംഭവിക്കും? ഈ കാറ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു സ്വസ്ഥത എനിക്ക് തരത്തില്ല. ഓ, നല്ല കാമുകിയാണ്, ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടില്ല. എന്ത് സംഭവിക്കും? പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ട് മാത്രമേ ജീവിതത്തിൻ്റെ ഭാഗം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നടക്കത്തില്ല, ഒരു കാരണവശാലും നടക്കത്തില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ആരും അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. അതിൻ്റെ പോരായ്മ എല്ലായിടത്തും കാണുന്നു. എല്ലായിടത്തും പ്രശ്നം എന്താണ്? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല. എല്ലാവരും ഞാനെന്ന് പറയും. പക്ഷെ നമ്മളെന്ന് പറയുന്ന അവസ്ഥയെ തെറ്റിദ്ധരിച്ചാണ് ഞാനെന്ന് പറയുന്നത്. ഈ ഞാനെന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കണം. ഞാനെന്ന് പറയുന്ന ആൾക്കാർ വിഷമിക്കുന്നു, ദുഃഖമുണ്ട്. ഉണ്ടോ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ എന്ന് പറയുന്ന ഭാഗത്തിൽ വിഷമം എങ്ങനെ വന്നു? ഞാൻ വിഷമമാണോ? ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞാൻ വിഷമമാണോ? ഞാൻ വിഷമമാണെങ്കിൽ എന്നും വിഷമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആരാ വിഷമിക്കുന്നത്? ഞാൻ വിഷമമാണെങ്കിൽ എന്നും വിഷമിക്കണ്ടേ? എല്ലായ്പ്പോഴും വിഷമമാണ്ടേ? ഞാൻ ദേഷ്യമാണെങ്കിൽ എല്ലായ്പ്പോഴും ദേഷ്യമാണ്ടേ? ഞാൻ ഭയമാണെങ്കിൽ എല്ലായ്പ്പോഴും ഭയമായിട്ടിരിക്കണം. അപ്പം ഞാനിതൊന്നുമല്ല. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന അനുഭവങ്ങളാണ്. ഞാനതൊന്നുമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ എന്താണെന്നറിയാനുള്ള ഏക മാർഗം എന്താ? ഞാൻ പണിയെടുക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പണിയെടുക്കണം. ഞാൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം. എൻ്റെ അനുഭവത്തെ സൃഷ്ടിക്കണം. എന്നിൽ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചാൽ ഞാൻ സൃഷ്ടിച്ച അനുഭവം എപ്പോഴും അറിയാം. ദേഷ്യം വരുമ്പോൾ നമുക്കറിയാം ഇത് ഞാൻ സൃഷ്ടിച്ചതല്ല. എൻ്റെ ശരീരത്തിൽ ദേഷ്യം വരുന്നു, ഞാൻ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യത്തെ മാറ്റി നിർത്താം. അല്ലേ? അതെ, എനിക്ക് ദേഷ്യത്തെ മാറ്റി നിർത്താം സിമ്പിളായിട്ട്. അവിടെ ഞാൻ സൃഷ്ടിച്ചതല്ല. എന്തിനാണ് ദേഷ്യം? എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ദേഷ്യത്തെ ഞാൻ അങ്ങോട്ട് ക്യാൻസലായി പോകും. ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവമുണ്ട്, അത് പ്രബലമായിട്ടുണ്ട്. അതുകൊണ്ട് ദേഷ്യം എന്ന് പറഞ്ഞ അനുഭവം എൻ്റെ സൃഷ്ടിയല്ല. അത് നമ്മളെന്ന് പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഒന്നുമായിട്ട്
അവിടെ ഒരു ബന്ധനം വന്നതുകൊണ്ടാണ്, ബന്ധം വന്നതുകൊണ്ടാണ്. അപ്പം തന്നെ തിരിച്ചറിഞ്ഞു, ക്യാൻസൽ ചെയ്തു, ക്യാൻസലായിപ്പോയി, തീർന്നു. അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. സത്യസന്ധമായിട്ട് അറിയണം കാര്യങ്ങളെ, ഇത്രയേ ഉള്ളൂ. ഇതിനെന്ത് വേണം? പരസ്പരം ബന്ധം. സത്യസന്ധത എവിടെ അറിയാൻ പറ്റും? സങ്കല്പത്തിൽ അറിയാൻ പറ്റത്തില്ല, അനുഭവത്തിലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധം. എങ്ങനെ പരസ്പരമുള്ള ബന്ധം? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ട് നമുക്ക് പരസ്പരം ബന്ധം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കാതെ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബന്ധനമായിപ്പോവും. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, ആഹാ, കാമം വന്ന് ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. എന്താ കാരണം? ഞാൻ സൃഷ്ടിച്ച അനുഭവമുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ സൃഷ്ടിച്ച അനുഭവമുണ്ട്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ആശങ്കയില്ല. ഇവിടെ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ ഭാഗം, വിശ്വാസം നമുക്ക് അനുഭവമാക്കാൻ പറ്റുമോ? ഇല്ല. വിശ്വാസം എങ്ങനെയാണ് നിൽക്കുന്നത്? വിശ്വാസം ചിന്തയിലാണ് നിൽക്കുന്നത്, വിശ്വാസം സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. അത് ആരുണ്ടാക്കി തന്നതായിരിക്കും? നമ്മളുണ്ടാക്കി തന്നതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മനസ്സ്, സങ്കല്പം, ചിന്ത ഇതെല്ലാം നിൽക്കുന്നത്. ഭ്രമം, ആശങ്ക, ഭയം ഇതെല്ലാം നമ്മളിലാണ് നിൽക്കുന്നത്. നമ്മളിൽ വരെ എത്തത്തുള്ളൂ, ഞാനിലോട്ട് ഇതെത്തത്തില്ല ഒരിക്കലും. ഒരു കാരണവശാലും ഞാനെന്ന് പറയുന്ന അനുഭവത്തിലോട്ട് ഭയം, ഉത്കണ്ഠ, ആശങ്ക, ആർത്തി, കൊതി, ഭ്രമം ഇതൊന്നും എത്തത്തില്ല. സ്ഥാനമാനം, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന അനുഭവമാണ്, അല്ല എനിക്ക് കിട്ടുന്ന അനുഭവമല്ല. ഞാനുണ്ടാക്കിയിട്ടുള്ള അനുഭവത്തിൽ ഭ്രമം വരത്തില്ല, കാമം വരത്തില്ല, ഒന്നും വരത്തില്ല. ഞാനുണ്ടാക്കിയ അനുഭവം നിത്യമാണ്, അത് ശാശ്വതത്തിലാണ്. അതിൽ ഒരു കാരണവശാലും അസ്വസ്ഥത കടന്നു വരത്തില്ല. ഞാൻ ഉണ്ടാക്കിയ അനുഭവം നിത്യമായിട്ട് നിൽക്കും. അതിൽ ഒരു കാരണവശാലും ഭ്രമമില്ല, കൊതിയില്ല, കാമമില്ല, ആശങ്കയില്ല, ഭയമില്ല, ദേഷ്യമില്ല, ഉത്കണ്ഠയില്ല, നാശവുമില്ല ഞാനുണ്ടാക്കിയ അനുഭവത്തിൽ. അപ്പോൾ നമുക്ക് ഭ്രമം, സംസാരിക്കാൻ തോന്നുന്നത് ഞാനുണ്ടാക്കിയ അനുഭവമാണോ? അല്ല. ഈ സംസാരിക്കുന്നത് ഞാനുണ്ടാക്കിയ അനുഭവമല്ല. ശ്രദ്ധിക്കണേ, ഈ സംസാരം, ഈ ശബ്ദം പോലും ഞാനുണ്ടാക്കിയ അനുഭവം അല്ല. ഞാനുണ്ടാക്കിയ അനുഭവം അവിടെ നിശബ്ദമായിട്ട് നിശ്ചലമായിട്ടുണ്ട്. എന്നിട്ട് സംസാരിക്കുന്നത് നമ്മളുണ്ടാക്കിയ അനുഭവത്തിൽ നിന്നാണ്. സംസാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ അനുഭവത്തിൽ നിന്നല്ല. അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞാനുണ്ടാക്കിയ അനുഭവം നിരന്തരം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി സംസാരം നമുക്ക് സങ്കല്പത്തിൽ നിന്നാകാം, ചിന്തയിൽ നിന്നാകാം, പല വിധത്തിലുള്ള കാര്യത്തിൽ നിന്ന് സംസാരിക്കാം. ഇനി അടുത്തെന്താണ്? ഈ അനുഭവത്തെ ആശ്രയിച്ചും സംസാരിക്കാം. ഞാനുണ്ടാക്കിയ അനുഭവത്തിൽ നിന്നുകൊണ്ടും സംസാരിക്കാം. പക്ഷെ അനുഭവമല്ല സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ആ അനുഭവത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കാം. ശ്രദ്ധിക്കണേ, ഞാൻ ഉണ്ടാക്കിയ അനുഭവം എപ്പോഴും എന്നിൽ നിശബ്ദമായിട്ട് നിശ്ചലമായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നിരന്തരം ഒരു അനുഭവം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കിയ അനുഭവമുണ്ട്, അച്ഛനുണ്ടാക്കിയ അനുഭവമുണ്ട്, ദേഷ്യമുണ്ടാക്കിയ അനുഭവമുണ്ട്, വാശി ഉണ്ടാക്കിയ അനുഭവമുണ്ട്, ഭയമുണ്ടാക്കിയ അനുഭവമുണ്ട്. ഇതെല്ലാം ഞാൻ അനുഭവം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. കാമമുണ്ടാക്കി, അല്ലേ? കാമം, ഒരു പെണ്ണ് വന്ന് ലൈംഗികമായിട്ടുള്ള ഒരു അനുഭവം വന്നു, ആർക്കും ഡീൽ ചെയ്യാൻ പറ്റും. ഞാൻ അനുഭവത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ടറിയാം ഇത് കാമമാണ്, ലൈംഗികതയാണ്. ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന്, ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വന്ന, സ്ത്രീയിൽ നിന്ന് വന്നതല്ല കേട്ടോ. ഒരിക്കലും സ്ത്രീയെ പറയരുതും, ആവശ്യമില്ല. സ്ത്രീയിൽ നിന്ന് കാമം വരത്തില്ല, പെണ്ണിൽ നിന്ന്, ശരീരത്തിൽ നിന്നേ വരത്തുള്ളൂ. ഒരിക്കലും സ്ത്രീയിൽ നിന്ന് വരത്തില്ല. ശ്രദ്ധിക്കണം, സ്ത്രീയിൽ നിന്ന് ലൈംഗിക ആസക്തി, കാമം വരത്തില്ല. ശരീരത്തിൽ നിന്നാണ്, പെണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ പെണ്ണ്, ലൈംഗിക വ്യത്യാസത്തിൻ്റെ ഭാഗത്ത് പെൺ ശരീരം, അല്ലേ, ആൺ ശരീരം, ശരീരത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് പെണ്ണ്, ആണ്.
സ്ത്രീ എന്ന് പറയുന്നത് ശരീരമല്ല. സ്ത്രീത്വം, സ്ത്രീ ശരീരമല്ല, പെണ്ണാണ് ശരീരം. അപ്പോൾ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ, ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനുള്ള പ്രാപ്തി അവിടെയാണ് കിട്ടുന്നത്. അവിടെയാണ് അക്ഷരം ആരംഭിക്കുന്നത്. ശരീരത്തെ ആശ്രയിക്കുന്നതും ശരീരത്തെ ആശ്രയിക്കാത്തതിനെയും തിരിച്ചറിയാൻ പറ്റുന്ന ഭാഗം, അതാണ് അക്ഷരം. അക്ഷരത്തിൻ്റെ ഭാഗത്തുള്ള പ്രത്യേകത എന്താണ്? അക്ഷരത്തിന് രണ്ട് വശമുണ്ട്. അക്ഷരത്തിന് രണ്ട് വശമുണ്ട്. സങ്കല്പത്തെയും സൃഷ്ടിക്കാം, സങ്കല്പമല്ലാത്ത അനുഭവത്തെയും സൃഷ്ടിക്കാം അക്ഷരം കൊണ്ട്. അതെ, ഒരക്ഷരത്തിന് രണ്ട് പവറുണ്ട്. നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന അക്ഷരത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന് സങ്കല്പത്തെ സൃഷ്ടിക്കാം, മറുഭാഗം അനുഭവത്തെയും സൃഷ്ടിക്കാം. നോക്കണേ, നമ്മൾ സൃഷ്ടിച്ച അക്ഷരത്തിന് മൂല്യമുണ്ട്, അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ട് അക്ഷരം ഒരിക്കലും അതിൻ്റെ രണ്ട് വശം അറിയാതെ ഉപയോഗിക്കരുത്. നമ്മൾ ഒരു സങ്കല്പത്തെ പറ്റി പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ വേറെ സങ്കല്പമായിരിക്കും ജനിക്കുന്നത്. ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ മറ്റുള്ളവരോടാണ് പറയുന്നത്. ഇനി മറ്റുള്ളവരോട് പറയുന്ന ഭാഗത്തു നിന്ന് മാറി നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരോട് സംസാരിക്കുന്നതും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് രണ്ടും വ്യത്യാസമാണ്. അവിടെ ഭാഷ മാറും. നമ്മുടെ പ്രിയപ്പെട്ടവർ എന്താണ്? നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളുമായിട്ട് അനുഭവത്തിൽ സഹകരിച്ചവർ, അവരാണ് പ്രിയപ്പെട്ടവർ. ശ്രദ്ധിക്കണം, സങ്കല്പത്തിൽ സഹകരിച്ചവർ അവർ മറ്റുള്ളവരാണ്, അനുഭവത്തിൽ പ്രിയപ്പെട്ടവരാണ്. കാമമാകാം, എന്തെങ്കിലും ആകാം, എന്തെങ്കിലും കാര്യങ്ങളാകാം. ഏതെങ്കിലും വിധത്തിൽ നമ്മളെന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടായി. അവിടെ അത് പ്രണയത്തിൽ, രാഗത്തിൽ, പ്രിയത്തിൽ കിട്ടിയതാണ്. അവിടെ നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കണം. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവമില്ല, സങ്കല്പത്തിലാണ്. അപ്പോൾ വ്യത്യാസങ്ങൾ എല്ലാത്തിനെയും നിർണ്ണയിക്കാനായിട്ട് എന്തു വേണം? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ടോക്സിക്കായിട്ട് നമ്മൾ നടന്നു പോവുകയും ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലോട്ട് പോകണ്ട എന്ന് കൃത്യമായിട്ട് നമ്മുടെ അനുഭവം പറയും. പറയും. ഞാൻ ഉണ്ടാക്കുന്ന അനുഭവം ഞാനും തമ്മിൽ വ്യത്യാസമില്ല, ഞാൻ തന്നെയാണത്. പക്ഷെ എന്താ ചെയ്യുന്നത്? ശരീരത്തിൽ കാലത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ശരീരത്തിൽ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതുകൊണ്ട് നമ്മളതിനെ അനുഭവം എന്ന് വിളിക്കുന്നത്. ഞാനെന്ന് ഞാൻ തന്നെയാണ്. പക്ഷെ കാലത്തിൻ്റെ സൃഷ്ടിയിൽ ഞാൻ എൻ്റെ പ്രസൻസാണ് അനുഭവം, അല്ല വേറൊന്നുമില്ല. എൻ്റെ കാലത്തിൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ പ്രസൻസ് അവിടെ കൊണ്ടുവരികയും ഞാൻ തന്നെയാണ് അവിടെ വേറൊന്നുമില്ല. അവിടെ കാലത്തിൽ എൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വേറെ അവിടെ ഒരു സൃഷ്ടിയും നടക്കുന്നില്ല. പക്ഷേ സൃഷ്ടിച്ച കാലത്തിൻ്റെ ഭാഗത്ത് ഉള്ള അവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കും. കാലത്തിനാണ് ഇത് വ്യത്യാസമായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ യാതൊരു വ്യത്യാസവും. അത് നിത്യമാണ്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആർക്കാണ് വേണ്ടത്? ആർക്കാണ്? സംശയത്തിന്, ആശങ്കയ്ക്ക്, ദുർബലതക്കല്ലേ വേണ്ടത്? നിത്യതയ്ക്ക് വല്ലതും വേണം? നിത്യതയ്ക്കൊന്നും വേണ്ട, പൂർണ്ണതയ്ക്ക് വല്ലതും വേണം. അപ്പോൾ അപൂർണമായിട്ട് തോന്നുന്നത് എന്തോ പൂർണ്ണതയെ ആശ്രയിക്കുന്നു, അനുഭവത്തെ സൃഷ്ടിക്കുന്നു. പൂർണ്ണതയെ ആശ്രയിക്കുന്നു, ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ പൂർണ്ണതയാണോ എന്തെങ്കിലും ചെയ്യുന്നത്? അല്ല, പൂർണ്ണത അല്ലാത്ത ഒന്നാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പൂർണ്ണത ഒന്നും ചെയ്യത്തില്ല. പൂർണ്ണമതം പൂർണ്ണമിതം, അത് എന്നും അങ്ങനെ തന്നെ.
ഈശ്വരൻ എന്തെങ്കിലും ചെയ്യുക? ഈശ്വരൻ ഒന്നും ചെയ്യത്തില്ല. ഈശ്വരൻ ഒന്നും ചെയ്യത്തില്ല. അനുഭവമാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ അനുഭവിക്കുമ്പോൾ ആരാണ് അനുഭവിക്കുന്നത്? എനിക്ക് വിഷമം വന്ന്, എനിക്ക് വിഷമം വന്ന്, ഈ വിഷമം മാറ്റാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? വിഷമിക്കുന്ന ഞാൻ തന്നെയല്ലേ ഈ വിഷമം മാറ്റാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വിഷമം വന്നു, അപ്പം ഞാൻ ഈ വിഷമം മാറ്റാൻ ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ വിഷമിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിഷമിക്കാത്ത അവസ്ഥയെ ആശ്രയിച്ചു, അല്ലേ? അപ്പോഴും ഞാൻ വിഷമമല്ലല്ലോ, ഞാൻ വിഷമമല്ല. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ. ബുദ്ധി കൊണ്ട് വിലയിരുത്തും തോറും പ്രശ്നങ്ങൾ സങ്കീർണം. അത് ശരിയാകത്തില്ലല്ലോ, അത് ശരിയാകത്തില്ല, അതെങ്ങനെ ശരിയാകും? കാരണം എന്താ? കാരണം അവിടെ ആ വണ്ണസ് എന്ന് പറഞ്ഞൊരു ഭാഗമല്ല ബുദ്ധി. ബുദ്ധി കൊണ്ട് ഇത് എങ്ങനെ വിശദീകരിച്ചാലും മറ്റുള്ളവർ വന്ന് നമ്മളോട് ചോദിക്കും. ശ്രദ്ധിക്കണം, മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിയിലാണ് ചോദിക്കുന്നത്, ബുദ്ധിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഞാൻ സൃഷ്ടിച്ച അനുഭവം എടുത്ത് കൃത്യമായിട്ട് ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൻ്റെ ഭാഗം അനുഭവിക്കുന്ന ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ എൻ്റെ ബുദ്ധി സാവകാശം മെമ്മറിയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറും. എന്നിട്ട് ഞാൻ സൃഷ്ടിച്ച അനുഭവം സ്ട്രോങ് ആവും, ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഓക്കെ, മറ്റേത് ആപേക്ഷികമായിട്ട് കാലത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. എബ്രഹാം ഭയങ്കര ബുദ്ധിമാനാണ്, കാഞ്ഞ ബുദ്ധിയാണ്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെല്ലാം വിലയിരുത്തണം. കാരണം സോഫ്റ്റ്വെയർ ഫീൽഡിലാണല്ലോ. അതുകൊണ്ട് ബുദ്ധി ശരിക്കും സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ബുദ്ധി അപ്ലൈ ചെയ്യുന്ന ഭാഗം മാത്രമാണ്, ഭയങ്കരമായിട്ട് ബുദ്ധി അപ്ലൈ ചെയ്യുന്ന ഭാഗമാണ്. അവിടെ അനുഭവമില്ല, പക്ഷെ ബുദ്ധി ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടണം, അങ്ങോട്ട് ലോജിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടണം. കാര്യമൊക്കെ ശരിയാണ്, ലോജിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടണം. അതിനെന്താ മാർഗം? എന്താണ്? അനുഭവം, സ്ഥിരത. ഒരാൾ നമ്മളോട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ലല്ലോ, അപ്പോൾ എൻ്റെ മനസ്സ് സ്റ്റെബിലിറ്റിയിലല്ല. എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സ് സ്റ്റേബിൾ അനുഭവത്തിലല്ല. എന്തു ചെയ്യണം? അനുഭവമായിട്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് ഞാൻ മനസ്സ് ശാന്തമാവും, കൃത്യമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. അവിടെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, അവിടെ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. അവിടെയാണ് നമ്മൾ ഈ നമ്മളിൽ സംസാരം നടക്കും. അവനവനിൽ നടക്കുന്ന സംസാരം അല്ലേ, അവനവനിൽ സംസാരം നടക്കും. അവിടെയാണ് ശരിയായിട്ടുള്ള അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, കാലം അനുഭവത്തെ സൃഷ്ടിച്ചു, ഭയം അനുഭവത്തെ സൃഷ്ടിച്ചു, അമ്മ അനുഭവത്തെ സൃഷ്ടിച്ചു, സഹോദരൻ, സുഹൃത്ത്, ഡോക്ടർ ഒരു അനുഭവത്തെ സൃഷ്ടിച്ചു, എൻജിനീയർ ഒരു അനുഭവത്തെ സൃഷ്ടിച്ചു, കച്ചവടക്കാരൻ ഒരു അനുഭവത്തെ സൃഷ്ടിച്ചു, രാഷ്ട്രീയക്കാരൻ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗത്തു നിന്ന് സങ്കല്പം നമുക്ക് അനുഭവങ്ങളെ സൃഷ്ടിക്കും. ഇത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഇത് അഴിച്ചു കളയാൻ എന്താണ് മാർഗം? ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുക. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യത്തെയും കൈകാര്യം ചെയ്യാം, അല്ലേ? എല്ലാ കാര്യത്തെയും കൈകാര്യം ചെയ്യാം. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എത്ര ട്രാഫിക്കുള്ള റോഡിലും അസ്വസ്ഥത കടന്നു വരത്തില്ല. എന്തുകൊണ്ട് അസ്വസ്ഥത കടന്നു വരുന്നു? ഞാൻ സൃഷ്ടിച്ച അനുഭവം എന്നിലില്ല. ആരെന്തെങ്കിലും ചെയ്യുമ്പോൾ കാണുമ്പോൾ ഉടനെ ഞാൻ അസ്വസ്ഥനാകും. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ എന്നിൽ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് വന്ന് ആരും മാറിത്തരുന്നില്ല, പക്ഷെ ഞാൻ അസ്വസ്ഥനാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ സൃഷ്ടിച്ച അനുഭവം. അത് ഈ പ്രവൃത്തിയിൽ നിന്ന് ഒന്നിൽ നിന്ന് സൃഷ്ടിച്ചതല്ല. എന്തുകൊണ്ട്?
ഇവരാരുടെയും പ്രവൃത്തിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള അനുഭവം അല്ലാത്തത് കൊണ്ട് എനിക്ക് ഏത് ട്രാഫിക്കിൽ ചെന്നാലും ഞാൻ അസ്വസ്ഥൻ ആകത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അസ്വസ്ഥനാകത്തില്ല. കാരണം എന്താ? ഞാൻ മാത്രം സൃഷ്ടിച്ച അനുഭവം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥനാകാത്തത്. ഇത് എല്ലാവരും കൂടി ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള അനുഭവമേ ഉള്ളൂ. അപ്പോൾ എന്തു സംഭവിക്കും? അപ്പോൾ അവർ ഇളകുമ്പോൾ ഞാനും ഇളകും, അല്ലേ? എനിക്ക് സ്ഥിരത ഉണ്ടാകില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ സൃഷ്ടിച്ചാലും എല്ലാവരും സൃഷ്ടിക്കേ, എല്ലാ മാറ്റങ്ങളും സൃഷ്ടിക്കേ. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ സൃഷ്ടിച്ചാലും എനിക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ല. ഉണ്ടാകത്തില്ല. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സൃഷ്ടിച്ച അനുഭവത്തിൽ എൻ്റെ മനസ്സിന് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? മനസ്സ് സ്ഥിരമായിട്ടുള്ള അനുഭവമായിട്ട് ചേർന്നിരിക്കുന്നു. അവിടെ ആശങ്കയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. മനസ്സ് ദുർബലമല്ല, മനസ്സ് സ്റ്റേബിളാണ്. അതുകൊണ്ട് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഒരു കുഴപ്പമില്ല. നല്ല ബിസിനസ്മാനാകാം, നല്ല കാമുകനാകാം, നല്ല സുഹൃത്താകാം, എല്ലായിടത്തും നല്ലതാകാം. എന്തുകൊണ്ടാണ്? നല്ലൊരു അനുഭവം ഞാൻ എന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നല്ല അനുഭവം ഞാൻ എന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അനുഭവത്തെ കേന്ദ്രീകരിച്ചാണ് എല്ലാ അനുഭവങ്ങളുമായിട്ട് സഹകരിക്കുന്നത്. ഒരു സ്ഥലത്തും തർക്കമില്ല, രോഗമില്ല, ഇല്ല. ശരീരത്തിൽ ആന്തരികമായിട്ടുള്ള സർവഭാഗത്തോട്ടും നമ്മുടെ ശ്രദ്ധ കടന്നു ചെല്ലാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടാണ്? നല്ല അനുഭവം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ സൃഷ്ടിച്ചു. അപ്പോൾ എൻ്റെ വീട്ടുകാർ, നാട്ടുകാർ, മതം, വിശ്വാസം ഇതെല്ലാം സാവകാശം മാറും. കാരണം മതം ആര് സൃഷ്ടിച്ചതാണ്? മതം ആര് സൃഷ്ടിച്ചതാണ്? മതം, അഭിപ്രായത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. മതം എന്ന് പറയുന്നത് വെറും ഒരു അഭിപ്രായമാണ്. അഭിപ്രായത്തിൽ നിന്നാണ് വിശ്വാസങ്ങളെല്ലാം ഉണ്ടായത്. അഭിപ്രായം പലവർ കൂടിയപ്പോൾ. എങ്ങനെയാണ് ഈ അഭിപ്രായങ്ങൾ ഉണ്ടായത്? പലവർ കൂടിയപ്പോഴാണ്. ഇവിടെ പ്രശ്നം മനസ്സിലാക്കണം. പലവർ കൂടിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് അഭിപ്രായം. മതത്തിന് ഒരിക്കലും അടിസ്ഥാനമില്ല. ഒരു മതത്തിനും അടിസ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. കാരണം അഭിപ്രായത്തിന് അത് ആ ടെമ്പററി ആയിട്ട് ഉണ്ടായതാണ്. അതിനെ പിടിച്ച് സ്ഥിരമാക്കി. എങ്ങനെ സ്ഥിരമാക്കി? പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോൾ. എന്താണ് അഭിപ്രായം? പുസ്തകത്തിൽ എഴുതി. അപ്പൊ എന്ത് സംഭവിച്ചു? സ്ഥിരമായി. ആർക്ക് സ്ഥിരമായി? ആവർത്തിച്ച് വായിച്ചപ്പോൾ മനസ്സിൽ സ്ഥിരമായി. മനസ്സിൽ ഈ സങ്കല്പമായി. ആള് ഹിപ്നോട്ടൈസ്ഡായി. എന്തു സംഭവിച്ചു? ആള് ഹിപ്നോട്ടൈസ്ഡായി. ഈ സങ്കല്പത്തിൻ്റെ നിയന്ത്രണത്തിലായി. എന്ത് സംഭവിച്ചു? അപകടം നോക്കണം. പുസ്തകം വായിച്ച് എങ്ങനെ വായിച്ചു? പല ആവർത്തി. എന്തിനാണ്? ഗുരുക്കന്മാരെന്താ ചെയ്യുന്നത്? പല ആവർത്തി പറയും. പല ആവർത്തി പറഞ്ഞ് മനസ്സിൽ ഇംപ്രിൻ്റ് ചെയ്തു, അല്ലേ? എവിടെയാണ് ഇംപ്രിൻ്റ് ചെയ്തത്? മനസ്സിൽ ഇംപ്രിൻ്റ് ചെയ്തു. അല്ലാണ്ട് അനുഭവത്തിലല്ല, മനസ്സിൽ, സങ്കല്പത്തിൽ ഇംപ്രിൻ്റ് ചെയ്തു, ഹിപ്നോട്ടൈസ് ചെയ്തു, അല്ലേ? കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ, കുട്ടികളെ തന്നെ പഠിപ്പിച്ചു. കുട്ടിയുടെ മനസ്സിൽ എന്ത് എഴുതി വെച്ചു? അവരവരുടെ സങ്കല്പങ്ങൾ എഴുതി വെച്ചു. എങ്ങനെ എഴുതി വെച്ചു? വേദനിപ്പിച്ച് എഴുതി വെച്ചു. അവിടെ നമസ്കാരം. ഞാൻ അനുഭവത്തിലായിരിക്കുമ്പോൾ എൻ്റെ ചിന്തകളെ ഞാൻ ശരിയായിട്ട് കാണുന്നു. എൻ്റെ ശരീരത്തിൻ്റെ സ്പന്ദനങ്ങളെ, ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ, ശ്വാസത്തെ ശരിയായിട്ട് വിട്ടുനിന്ന് അറിയുന്നു. അതേപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങളിൽ പോലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ കേൾക്കുന്നു. അതേസമയം ഞാൻ ഒരു പ്രത്യേക അനുഭൂതിയിലുമാണ്. ഇതാണോ ശരിയായിട്ടുള്ള അനുഭവം? അല്ല. അനുഭൂതി എന്ന് പറയുന്ന ഭാഗം ഒന്ന് വിശദീകരിക്കാമോ? അനുഭൂതി എന്ന് പറയുന്നത് ഇങ്ങനെ
ആ എന്നാലും ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ തോന്നാത്ത ആ വിധത്തിൽ അതെ, ഇവിടെയാണ് അത് ശരിയല്ല. എനിക്ക് പുറത്തോട്ട് കടക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ദോഷം ചെയ്യും. അങ്ങനെ ഒരു ഭാഗമില്ല. അനുഭവത്തിലാണ് സർവ്വതും. കാമം വന്ന് കുഴപ്പമില്ല, ഒരു ശത്രു വരുന്നു, അത് എനിക്ക് പ്രശ്നമല്ല, മിത്രമാക്കാം. എനിക്കിവിടെ സുഖമാണ്, അനുഭൂതിയാണ്. കാരണം എനിക്കവിടെ എന്തോ ഒരു സുഖമുണ്ട്. ബാക്കിയുള്ളതൊക്കെ പ്രശ്നം. അന്തരത്തെ വേർതിരിച്ചു. എന്നിട്ട് അതിനെ എനിക്ക് പറ്റത്തില്ല, എനിക്കത് പറ്റത്തില്ല, ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളതിനെ, അസ്വസ്ഥതയെ നമ്മൾ ചേഞ്ച് ചെയ്ത് കളയുകയും ചെയ്യുന്നത്. അതിൻ്റെ അസ്വസ്ഥതയിൽ നിന്ന് നമ്മൾ ഭയപ്പെട്ട് മാറുകയല്ലേ ഇന്ന്. ദേഷ്യം വരുന്നു, ദേഷ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ദേഷ്യത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അല്ലാണ്ട് ദേഷ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല ഇത്. സങ്കടത്തെ നമ്മൾ സങ്കടമല്ലാണ്ടാക്കി. കാരണം എന്താ, ഞാനെന്ന് പറഞ്ഞ അനുഭവത്തിൽ ഇല്ലാത്ത ഒന്നാണ്. ആ ഞാനെന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ദേഷ്യവുമായിട്ട് ഉള്ള ബന്ധം, അവിടെ വന്ന ദേഷ്യത്തെ എന്ത് ചെയ്തു? ഞാനെന്നുള്ള അനുഭവത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരിക്കലും നമ്മൾ ഒന്നിനെയും നമ്മൾ ഭയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. അതിൽ മാറ്റം വരുത്തുകയാണ്. എന്താ ചെയ്യുന്നത്? അതിൽ മാറ്റം വരുത്തിക്കളയും. മനസ്സിലായോ? എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ കമലാഷൻ അല്ലാണ്ടാക്കി കളയും. അതെ, കമലാഷൻ ബലം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ബലം പിടുത്തമൊക്കെ മാറ്റിക്കളയും ഞാൻ. അതെ, നിങ്ങൾ എങ്ങനെയൊക്കെ ബലം പിടിച്ചു വന്നാലും നിങ്ങളുടെ ബലം പിടുത്തമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ ഈ ബലം പിടുത്തം മാറ്റിക്കളയും. ഞാനോട് സഹകരിച്ചാൽ എന്ത് സംഭവിക്കും? ഞാനോട് സഹകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെല്ലാം അലുത്തു പോകും. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഞാനോട് സഹകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചു പോകും. കാരണം എന്തുകൊണ്ടാണ്? ഞാനെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള അനുഭവം സൃഷ്ടിക്കാത്തവർ, ഞാൻ എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള അനുഭവം സൃഷ്ടിക്കാത്തവർക്ക്, ഞാനെന്ന് പറഞ്ഞ കൃത്യമായിട്ട് അനുഭവം സൃഷ്ടിച്ചവർക്ക് ഒരു കുഴപ്പമില്ല. കാരണം അവർ സൃഷ്ടിച്ച അനുഭവം അത് നിത്യമാണ്. അവിടെ അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനെന്ന് പറയുന്ന കൃത്യമായിട്ട് അനുഭവം സൃഷ്ടിക്കാത്തവർ വന്നു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ ഒന്നെങ്കിൽ ബലം പിടുത്തം മാറ്റണം. ബലം പിടുത്തം മാറ്റുമ്പോൾ അവരോട് ഇരിക്കും, അവർക്ക് ആശ്വാസം കിട്ടും. ബലം പിടിക്കുന്നവർ അവരിരുന്ന് കഷ്ടപ്പെടും. അവർക്ക് അധികം നേരം ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു സംശയം വേണ്ട. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ സൃഷ്ടിച്ച അനുഭവത്തെ ഒരു കാരണവശാലും ആർക്കും ഇളക്കാൻ പറ്റത്തില്ല, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. കാരണം അത് പൂർണ്ണതയിൽ നിന്ന് സൃഷ്ടിച്ചു. എന്തോ അതിന്റെ ഉദാഹരണം ഞാൻ സൃഷ്ടിക്കുന്നതും നമ്മൾ സൃഷ്ടിക്കുന്നതും തമ്മിലുള്ള ഉദാഹരണം വ്യത്യാസം, അനുഭവത്തിന്റെ വ്യത്യാസം നമുക്ക് അറിയാമോ? അതായത് നമ്മൾ സൃഷ്ടിക്കുന്ന അനുഭവത്തിൽ ഓരോരുത്തരും കാലത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സൃഷ്ടിച്ച അനുഭവം ഏത് സാഹചര്യത്തിലും അനങ്ങത്തില്ല, ചലിക്കത്തില്ല, അത് കുലുങ്ങത്തില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും. ഏത് സാഹചര്യത്തിലും എവിടെ പോയാലും എന്തു ചെയ്താലും ഞാൻ സൃഷ്ടിച്ച അനുഭവം കുലുങ്ങത്തില്ല, അനങ്ങത്തില്ല, അത് നിശ്ചലമായിരിക്കും. എന്തോ? അതെ, ദേഷ്യം, വാശി, വൈരാഗ്യം, വിദ്വേഷം, ഭയം, ആർത്തി, ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചതല്ല. അത് കാലം സൃഷ്ടിച്ചാണ്, നമ്മൾ സൃഷ്ടിച്ചാണ്. അതെ, അത് നിത്യമാണ്. അത് കുലുങ്ങത്തില്ല. അതിന് ആഗ്രഹങ്ങളില്ല, കുറവുകളില്ല, പോരായ്മയില്ല. പൂർണ്ണമതം പൂർണ്ണമിതം. അതാണ് നമ്മൾ ഈശ്വരനെന്ന് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നമ്മൾ ഈശ്വരനെ നമ്മളുടെ കൂട്ടത്തിൽ ചേർത്തു. ഈശ്വരൻ എന്ന സങ്കല്പം മാറ്റി, എൻ്റെ അനുഭവമാക്കി. എന്താണ് എനിക്ക് സ്ഥിരമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്നത്? അതാണ് ഞാൻ തന്നെയാണ് ഈശ്വരൻ.
അല്ല, ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ഒരു നിശ്ചലതയായിട്ട് അവിടെ അവിടെ ഒരു എന്താ പറയണ മറ്റൊന്നിനോടുള്ള ഒരു ആ, ഒരു ഈ ഇപ്പൊ കമലഹാസനം പറഞ്ഞ പോലെ അവിടെ നിന്ന് മാറേണ്ട ഒരു ആവശ്യം തോന്നുന്നില്ല. അതേസമയം മാറേണ്ട ആവശ്യം തോന്നുന്നില്ല. അപ്പൊ തോന്നൽ എന്താണ്? അപ്പൊ ആ അതല്ലേ പറയാൻ പറ്റുള്ളൂ. മാറേണ്ട ആ അതെ അതെ അതെ, അത് തന്നെ. അവിടെ സംശയങ്ങളില്ല, ചോദ്യങ്ങളില്ല, വിശദീകരണമില്ല, വർണ്ണിക്കാൻ പറ്റത്തില്ല. അത് തന്നെ. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. അതുണ്ടെങ്കിലല്ലേ അതിന്റെ ബേസാക്കി നിന്നുകൊണ്ടാണ് എന്റെ സംസാരവും എല്ലാം അതിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ സെൻസസ് ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അപ്പൊ അത് കഴിഞ്ഞ് സെൻസസിന്റെ അത് അനുഭവിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മനസ്സായിട്ടും പിന്നെ അത് ബന്ധിക്കുന്നു. പിന്നെ അത് നമ്മൾ കടന്നു പോകും. മനസ്സ് എവിടെയോ പോയിട്ട് നമ്മൾ അത് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ട് വേറെ എവിടെയോ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സെൻസസിലേക്ക് വരുമ്പോ സെൻസസ് മാത്രം നമുക്ക് ഇപ്പൊ ശബ്ദം ഞാൻ പ്രതിധ്വനിക്കാൻ ബോഡിയിൽ പ്രതിധ്വനിയായിട്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്നു. അപ്പൊ അത് എന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്, പുറത്തേക്ക് പോകുന്നില്ലെന്നല്ല, എന്റെ അനുഭവത്തിൽ അത് എന്റെ ഉള്ളിൽ തന്നെ പുറപ്പെടുന്നതായിട്ട് മനസ്സിലാവും. കേൾവിയും എന്റെ ഉള്ളിൽ തന്നെ അടങ്ങുന്നതായിട്ട് എനിക്ക് തിരിച്ചറിയും. പക്ഷെ ഇപ്പൊ അതെല്ലാം അത് കഴിഞ്ഞ് എനിക്ക് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സെൻസസ്, അതായത് അതിൽ ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ രൂപമാക്കിയോ ഒരു ആശയമാക്കിയോ മനസ്സിലേക്കോ ഒന്നും ആവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ കണ്ണ് കാണുന്നു, പക്ഷെ അത് കാണുന്നു എന്ന് മാത്രം നിൽക്കുന്നു. അതല്ലാതെ അതിനെ നമുക്ക് വിശകലനം ചെയ്യണം, നല്ലതാണ് ചീത്തയാണ്, അത് വേണ്ടായിരുന്നു, അങ്ങനെ മനസ്സിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു അനുഭവം. അപ്പൊ ഇതിനെല്ലാത്തിനും ഞാനിപ്പോ ചെയ്തു നോക്കുന്നത്, ഉടനെ ഞാൻ ആ നിശബ്ദതയിലേക്ക് പോകുമ്പോ എന്നിൽ നിന്ന് ഒന്ന് പുറത്തേക്കോ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. അനുഭവം എന്നാണ് ആ വാക്കെന്ന് അറിയില്ല. ആ വാക്ക് ഇതുണ്ട്. അതായത് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് പിന്നെ പുതിയത് എന്ന് പറഞ്ഞൊരു ഭാഗമില്ല, എനിക്ക് ഒരിക്കലും എന്ന് പറഞ്ഞൊരു ഭാഗമില്ല, നാളെ എന്ന് പറഞ്ഞൊരു ഭാഗമില്ല, എനിക്ക് വേണ്ടിയിട്ട് എന്നൊരു ഭാഗമില്ല. കാരണം പൂർണ്ണമായി പൂർണ്ണമായപ്പോൾ പിന്നെ സംശയമില്ല. ഇതിങ്ങനെ തന്നെ, ഇതിങ്ങനെ തന്നെ, വേറെ ഒന്നുമില്ല അവിടെ. നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നു, ജീവിതം തുടരുന്നു, യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലെന്നും. കൃത്യമാണ്. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചു. ആ ഞാൻ സൃഷ്ടിച്ച അനുഭവം അത് ശാന്തമാണ്, മനോഹരമാണ്, സുസ്ഥിരമാണ്, അനന്തമാണ്. അതുകൊണ്ട് എല്ലാ സർവ്വതുമായിട്ട് ഉള്ള ബന്ധം, സർവ്വതുമായിട്ടുള്ള ബന്ധം അനായാസം, ആയാസമില്ലാതെ ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട്. അതിലെ മാറ്റം, ഇതിലെ മാറ്റം, ഇതിലെ മാറ്റം, അതിലെ മാറ്റം, എല്ലാത്തിലെയും മാറ്റം ഒരുപോലെ. അതെ, അവിടെ ഒരു മൂവ്മെന്റ് ഇല്ല, അതായത് ചലനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ കാലത്തിന് അതീതമായിരിക്കാം, അല്ലെ, കാലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് തോന്നുന്നു പറയാൻ പറ്റുന്നത്, അതായത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആശങ്കകളോ മറ്റ്, അതായത് മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല. ഒന്നും മനസ്സിന്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സെൻസസിന്റെ പ്രവർത്തനത്താലുമാണല്ലോ ബോഡിയിൽ മിക്കവാറും അനുഭവം. അല്ലാതെ ആന്തരികമായ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലും അനുഭവം ഉണ്ടാവാം. മൂന്നടിസ്ഥാനത്തിലാണോ കൂടുതൽ അനുഭവം? ഒന്ന് ആന്തരികമായി
ചലനമില്ലായ്മയും പിന്നീട് ഉണ്ടാകുന്ന ചലനത്തെ അവിടെ ആങ്കർ ചെയ്യാൻ പറ്റും. പിന്നെ വ്യക്തമായിട്ട് ആ ചലനത്തെ നമുക്ക് തിരിച്ചറിയുന്നു. അതാണോ ഈ ഞാനിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്നാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതെ അത് അതെ ഇത് തമ്മിലൊരു വാദപ്രതിപക്ഷം ഉണ്ടാവുമ്പോ ഞാനിലല്ല, ഞാൻ ഒന്ന് വിട്ടിട്ട് അവിടെ നിന്നുകൊണ്ടും എനിക്ക് വാദിക്കാം. പക്ഷെ അപ്പൊ അത് എന്റെ കൺട്രോളിലാണ്. അതല്ല അദ്ദേഹം പറയുന്ന വാക്കിന് അതേപടി ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥ. ആ ബോധത്തിൽ നിന്ന് ആങ്കറിങ്ങിൽ നിന്നും മാറി ഞാൻ പട്ടം പോലെ പൊട്ടിപ്പോയ പട്ടം പോലെ ഞാൻ എവിടെയോ പോകുന്നു. പിന്നീട് തിരിച്ചറിയുമ്പോഴൊരു കുറ്റബോധത്തോടു കൂടി തിരിച്ചത് വരുന്ന ഒരവസ്ഥ. അതേസമയം ഈ ഞാനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ രമോന്ന് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്തോരം ചെയ്യുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്തോരം കുറഞ്ഞ് എന്തോരം ചെയ്യുന്നുണ്ട്, എവിടം വരെയുണ്ട്, എന്തോരമുണ്ട്. നെട്ടല് അനുഭവിക്കുന്നുണ്ടാ? ആ നെട്ടല് അനുഭവത്തിലുണ്ടാ? ആ ആ അതെ, നെട്ടല് അനുഭവത്തിൽ കൊണ്ടുവരിക. നിവർന്നാണോ ഇരിക്കുന്നത്? ആ അതെ. അപ്പോഴ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നെട്ടല് നിവർന്നേ ഇരിക്കത്തുള്ളൂ. കാരണം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് ചെയ്താൽ, എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ തനി രൂപത്തിലോട്ട് എത്തണം. എത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരമാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധത്തിലോട്ടാണ്. അവിടെയാണ് ചെന്ന് നമ്മൾ ഇതിന് കാരണമായിട്ട് നിൽക്കുന്ന ആത്മബോധത്തിലോട്ട് കണക്റ്റ് ആകുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് സങ്കല്പത്തിൽ ഒരു കാരണവശാലും കണക്റ്റ് ആകത്തില്ല. എങ്ങനെയൊക്കെ സങ്കല്പത്തിൽ ചോദിച്ചാലും ചോദ്യം ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. കുറഞ്ഞെന്ന് തോന്നും, പിന്നെയും ചോദ്യങ്ങൾ വരും. കാരണം സങ്കല്പമാണ് അന്വേഷിക്കുന്നത്, അനുഭവമല്ല അന്വേഷിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരം കാലവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന ഭാഗമാണ്. അങ്ങനെ കാലവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ, കൃത്യമായിട്ട് ഇത് തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഇതിന് കാരണമായിട്ടുള്ള ഞാനാണ്. നിരന്തരം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഞാനിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സങ്കല്പത്തിനെ കൊണ്ട് പറ്റത്തില്ല. സങ്കല്പം നിർത്തിയിട്ട് പോകും. ഞാനാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സാവകാശം അന്തരങ്ങളെ ഭേദിക്കും. നിരന്തരം നൈരന്തര്യതയ്ക്ക് സാക്ഷ്യം വഹിക്കും. നെട്ടല് നിവരും, രക്തക്കുഴലുകളൊക്കെ ഉണരും, നാഡി വ്യൂഹങ്ങൾ അനുഭവത്തിൽ ഉണരാൻ തുടങ്ങും. നാഡിയിലെത്തുമ്പോഴാണ് നമ്മൾ സങ്കല്പങ്ങളും കാര്യങ്ങളെല്ലാം മാറുന്നത്, ആഗ്രഹങ്ങളൊക്കെ ശമിക്കുന്നത്. നാഡി അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ്. കാരണം നാഡി പ്രപഞ്ചത്തിൻ്റെ സമസ്തതയുമായിട്ട് കണക്റ്റഡാണ് നാഡി സിസ്റ്റം. അതിനിപ്പുറത്തുള്ളതൊന്നും അങ്ങനെയല്ല, എല്ലാം കാലത്തിൻ്റെ ഭാഗത്താണ്. നാഡി കാലത്തെ ഭേദിക്കുന്ന ഭാഗം കൂടി ഉള്ളതാണ്. നാഡി അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. നാഡിക്കാണ് അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്. ശരീരത്തിന് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. ശരീരത്തിന് ശരീരം മാത്രമേ ഉള്ളൂ. ദേഷ്യം വന്നാൽ ദേഷ്യം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. വേറെ എന്തു ചെയ്യണം അറിയത്തില്ല. മനപ്രയാസം വന്നാൽ മനപ്രയാസത്തിലിരിക്കും, ദുഃഖം വന്നാൽ ദുഃഖത്തിലിരിക്കും. ഇത് ശരീരത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നാഡിയിൽ വരുമ്പോൾ ഇവിടെ വേദനയാണെങ്കിൽ അപ്പുറത്ത് വേദനയല്ല കാണാം. ഇത് ശരീരത്തിന് പറ്റത്തില്ല. ഇത് ശരീരത്തിന് വേറൊന്നും കാണാൻ പറ്റത്തില്ല. നാഡി അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇത് കാലമാണ്, അപ്പുറത്ത് കാലമല്ല. അപ്പം ശരീരം എന്ന് പറയുന്നത് വെറും മാംസവും പിണ്ഡ ശരീരം. നാഡി എന്ന് പറയുമ്പോൾ പിണ്ഡ ശരീരമല്ല. വെറും മസിലും ഇതൊക്കെ കൂടിയിട്ടുള്ള മസിലും മാംസവും കൂടിയിട്ടുള്ള ശരീരത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ വേദനിച്ചിരിക്കും. കലപില സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ കലപില സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ശരീരം സംസാരിക്കുക, അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്നിൻ്റെയും നിയന്ത്രണത്തിലല്ല. അതങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് നിർത്താനും പറ്റത്തില്ല,
അത് തുടങ്ങിയതാണെന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയതുമല്ല. ആരുടെയൊക്കെ കാലത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വന്നു കയറി പിടിച്ച ബാധയാണ്, ശരീരത്തെയാണ് ബാധിക്കുന്നത്. അപ്പം ശരീരത്തിൻ്റെ ഭാഗം അവിടെയാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ അമ്മ, അവിടെയാണ് അമ്മ. നാടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഭാഗമില്ല. കാരണം അന്തരത്തെ കൃത്യമായിട്ട് അന്തരത്തെ അറിയാം. മറ്റേ ദേഷ്യവും ഞാനും ഒന്നായിപ്പോയി. ദേഷ്യപ്പെട്ട ആള് ദേഷ്യപ്പെടുകയും കാരണം ശരീരം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ദേഷ്യപ്പെട്ട ആൾ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിർത്താൻ പറ്റത്തില്ല. കേൾവിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, ആരെയും കേൾക്കുന്നില്ല. പിന്നെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നടക്കാൻ തുടങ്ങിയാൽ പിന്നെ നടക്കണം മാത്രമേ ഉള്ളൂ. വർക്കോളിക്കാണ്. ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ജോലി ചെയ്യുന്ന ഭാഗമേ ഉള്ളൂ, അതിൽ നിർത്താൻ പറ്റത്തില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ എന്ന് പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ശ്രദ്ധിക്കണം അമ്മയുമായിട്ടുള്ള ബന്ധം. അമ്മയ്ക്ക് എന്താ പ്രത്യേകത? അമ്മയ്ക്ക് നാഡിയെ നമ്മളിൽ ഉണർത്തിത്തരാൻ പറ്റും. അമ്മയുടെ പ്രത്യേകത എന്താണ്? അമ്മ നമ്മളിലുള്ള നാഡീ സിസ്റ്റവുമായിട്ട് നമ്മളെ ഉണർത്തും. അതാണ് അമ്മയുമായിട്ട് നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ നാഡിയുമായിട്ടുള്ള ബന്ധം വരും, സമാധാനം ഉണ്ടാകും. സമം, തുല്യം, സർവ്വതുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന അനുഭവം തരും അമ്മ. എന്തൊക്കെ പ്രശ്നമുണ്ട് അമ്മയെ ചെന്ന് അമ്മയെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ, അമ്മയെ ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ, അമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിൻ്റെ അടിസ്ഥാനം, ഭൂമി, ചവിട്ടി നിൽക്കുന്ന ഭൂമിയാണ് അമ്മ. ഉറപ്പാണമ്മ, കൃത്യമാണമ്മ. അല്ലെങ്കിൽ വീട്ടിൽ നമ്മളോട് തല്ലുപിടിച്ചിട്ടുള്ള വ്യക്തിയല്ല അമ്മ. അമ്മ നിത്യമാണ്, അമ്മ ആകർഷണമാണ്. അമ്മയിൽ എന്തുണ്ട്? അമ്മയിൽ ശാന്തിയുണ്ട്, അമ്മയിൽ പ്രണയമുണ്ട്, ഈണമുണ്ട്. അവിടെ എന്ത് പറ്റും? നമ്മൾ നാഡിയുമായിട്ടുള്ള ബന്ധം വരും. നാഡിയായിട്ടുള്ള ബന്ധം വരുമ്പോൾ സങ്കല്പങ്ങളെല്ലാം പോകും. സങ്കല്പം ശരീരത്തിൻ്റെതാണ്, മനസ്സിൻ്റെതാണ്, ദുർബലതയുടെയാണ്. നാഡിയുമായിട്ട് കണക്റ്റായി കഴിയുമ്പോൾ ആഹാ, അപ്പോഴാണ് നമ്മൾ ഞാനെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ശരിക്കും സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ ഓക്കെ, എനിക്ക് കാലത്തിൻ്റെ ഭാവം കാണാം, കാലത്തിന് അതീതമായിട്ടുള്ളതും കാണാം. ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ്. കാലത്തിന് മറ്റേ കാലം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ്? ഇല്ല, ലോകം ഇങ്ങനെയാണ്, ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന ആരാണ്? ശരീരത്തിലിരിക്കുന്നവനാ. ശരീരത്തിൽ മാത്രം ഇരിക്കുന്നവന് ലോകം ഇങ്ങനെയാണ്, വീട്ടുകാരിങ്ങനെയാണ്, നാട്ടുകാരിങ്ങനെയാണ്, ഒരു രക്ഷയുമില്ല. ഗവൺമെൻറ് ഇങ്ങനത്താണ്, പ്ലേഗ് വരും, അത് വരും, മനുഷ്യനിങ്ങനെയാണ്. ആരാണ്? ശരീരത്തിലിരിക്കുന്നവന് അങ്ങനെയുള്ളു. അവന് തന്നെത്താൻ പണിയെടുത്ത് അനുഭവം ഉണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പണിയെടുത്ത് അനുഭവത്തെ സൃഷ്ടിക്കുന്ന ഭാഗത്തോട്ട് അവരെ കൊണ്ട് സാധ്യമല്ല. സാമൂഹ്യ പ്രതിബദ്ധത, പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആര്? കാലം, അഭിപ്രായം, മതം, ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അവരെന്നും ഓടി തളരുക മാത്രമേ ഉള്ളൂ. അവർക്ക് മോട്ടിവേഷൻ വേണം, ടെമ്പററി സ്റ്റിമുലേഷൻ വേണം. അതുകൊണ്ട് മദ്യം കഴിക്കും, മയക്കുമരുന്നെടുക്കും, ലൈംഗികതയുടെ പുറകെ പോകും. ആരെങ്കിലും എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി അവർ ടൂറ് പോകും, അവിടെ പോകും, ഇവിടെ പോകും, വീണ്ടും തളരും. ടൂറ് പോകും, വീണ്ടും തളരും. ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമം, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ലഹരി. ഇത്രയൊക്കെ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. കാരണം അവർ ശരീരത്തിൽ പെട്ടവരാണ്. അവർ വെറും ശരീരം മാത്രമേ ഉള്ളൂ, അവരില്ല. ശരീരത്തെയാണ് ആശ്രയിക്കുന്നത്. കാശുണ്ടാക്കണം, വീട് വെക്കണം, സ്ഥലം വാങ്ങണം, എല്ലാം ശരീരം. എല്ലാം ശരീരം. എങ്ങനെ സമ്പാദിക്കാം, കാശുണ്ടാക്കാം, ധനം ഉണ്ടാക്കാം, എത്ര മാക്സിമം പിള്ളേരുണ്ടാക്കുക, നമ്മുടെ ഗ്രൂപ്പ് വലുതാക്കുക, ഓർഗനൈസേഷൻ വലുതാക്കുക, ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർഗനൈസേഷൻ ആളുടെ എണ്ണം കൂട്ടിയാൽ മതി. നമ്മുടെ ആൾക്കാർ മാത്രമാകണം. എല്ലാവരും എവിടെ ചെന്നാലും നമ്മുടെ ആൾക്കാരാകണം. എന്താ കാരണം? വെറും പിണ്ട ശരീരത്തിൽ അടിമയായി പോയവരാണ്. അവർ ദുർബലരാണ്. അവിടെ ഒരു ബലം കൂട്ടാൻ നോക്കും, ആൾബലം. ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. അപ്പോൾ അവർക്ക് എന്തോ സമാധാനം കിട്ടും. ഈ സമാധാനം ശരിയായിട്ടുള്ള സമാധാനമാണോ? അല്ല. ഇതാണ് അഭിപ്രായത്തിൽ നിന്ന്, മതത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ദുർബല അവസ്ഥകൾ. കാരണം ശരീരമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, ആത്മാവായിട്ടുള്ള ബന്ധമില്ല. ആത്മാവായിട്ടുള്ള ബന്ധത്തിൽ സർവ്വതും നമുക്ക് കൃത്യമായിട്ട് കാണാം. എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അവിടെ ഒരിക്കലും ഒന്നിനെയും കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും കൂട്ടാൻ പറ്റത്തില്ല, കുറക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൂട്ടുന്നത്?
കൂട്ടുന്നത് മനസ്സിൽ, സങ്കല്പത്തിൽ മാത്രമാണ്. എല്ലാ ആൾക്കാർക്കും അറിവുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എല്ലാവരും അറിവ് കൂട്ടാൻ നോക്കുന്നു, പഠിപ്പിക്കും തോറും ഇവർക്ക് പ്രശ്നങ്ങൾ കൂടുന്നു. പഠിപ്പിക്കുകയല്ല വേണ്ടത്, അനുഭവിക്കുകയാണ് വേണ്ടത്. എന്താണ് വേണ്ടത്? അനുഭവിക്കുകയാണ് വേണ്ടത്. ഈ അനുഭവത്തിലാണ് നമുക്ക് തെളിച്ചം ഉണ്ടാകുന്നത്. അനുഭവിക്കുമ്പോൾ ആശ്വാസം. ഇത്രയേ ഉള്ളൂ. പകരം പഠിപ്പിക്കുക, സഹകരിക്കുകയല്ലേ എന്ന് പഠിപ്പിക്കണം. ഒരാളെ നിയന്ത്രിക്കണേ എന്ന്, ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കണേ എന്ന്. അത് ചെയ്യരുത്. അത് നാശമാണ്, പാപമാണ്. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കരുത്. കാരണം ആരാണ് നിയന്ത്രിക്കുന്നത്? ശരീരമാണ് നിയന്ത്രിക്കുന്നത്. കാരണം എൻ്റെ ശരീരം ദുർബലമാണ്, അതുകൊണ്ടാണ് മറ്റൊരു ശരീരത്തെ നിയന്ത്രിക്കുന്നത്. മറ്റൊരാളായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ ആളായിട്ട് കണ്ടാലല്ലേ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്വാധീനിക്കുന്നത്. എന്തുകൊണ്ടാണ്? ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു ശരീരത്തെ മാത്രം കാണുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി, താനിത് അധികണത്, താൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. എൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും എല്ലാം എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട്. കാരണം എൻ്റെ സുഖം എനിക്കില്ല, എൻ്റെ ശരീരത്തിന് സുഖമില്ല. കാരണം ഞാൻ അതിനകത്ത് വസിക്കുന്നില്ല, ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ. മറ്റൊരാളെ കൊണ്ട് എനിക്ക് അനുഭവത്തെ സൃഷ്ടിപ്പിക്കണം. അവിടെയാണ് കഷ്ടകാലം. ഇവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവിടെ ജീവിതമില്ല. കാരണം രണ്ട് ശരീരമായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം സമൂഹം പഠിപ്പിച്ചതാ. ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ചു, പിള്ളേരുണ്ടായി, പിള്ളേരെ വലുതാക്കി, ഇവർ നരകിച്ചു. ആരെ നരകിച്ച്? ഈ ശരീരം കിടന്ന് നരകിക്കുക, പുഴുത്തു പോവുകയും. എല്ലായിടത്തും സംഭവിക്കുന്ന ഇതാണ്. കല്യാണം കഴിച്ചു ലൈംഗികതയുടെ പേരില്ല, അല്ലാണ്ട് വ്യക്തിയുടെ പേരിലല്ല. ലൈംഗികത വ്യക്തിയാകുമോ? ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട പിള്ളേരുണ്ടാവും. ലൈംഗികത ആരുടെയാണ്? ശരീരത്തിൻ്റെതാണ്, നമ്മുടേതല്ല. ഞാനെന്ന് പറഞ്ഞ അനുഭവത്തിൻ്റെതല്ല ലൈംഗികത. അപ്പം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പൂർണ്ണത, അവിടെയാണ് സമാധാനം. അതിൻ്റെ ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യ കുറേ ഭർത്താവിൻ്റെ അടുത്ത് ചൂടാവും, ഭർത്താവ് കുറേ ഭാര്യയുടെ അടുത്ത് ചൂടാവും. രണ്ടുപേരും തമ്മിൽ തീരുമാനമെടുത്ത് അത് ഒത്താലൊത്ത് ഇല്ലേ ചട്ടി. ഇതിലല്ല കാര്യം ഇരിക്കുന്നത്. രണ്ടുപേരുടെ അഭിപ്രായത്തിലല്ല ജീവിതം, അനുഭവത്തിലാണ്. മിക്കയിടത്തും ഭാര്യയും ഭർത്താവും അവർ ഭയങ്കര നല്ല കുടുംബമാണ്, ദമ്പതികൾ, മാതൃകാ ദമ്പതികളാണെന്നൊക്കെ പറയും. വെറുതെ. അങ്ങനെ ഒരു സംഭവം ഇല്ല. മാതൃകാ ദമ്പതികളില്ല. മാതൃകാപരമായിട്ട് എന്താണ്? അനുഭവമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് കണ്ടിട്ട് മാതൃകയില്ല, കൊണ്ടിട്ട് മാത്രമേ ഉള്ളൂ മാതൃക. അനുഭവത്തിൽ കൊള്ളുമ്പോൾ നിത്യമായിട്ടുള്ള ആശ്വാസം. അനുഭവത്തിൽ സൃഷ്ടിക്കണം. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അപ്പോൾ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ചാൽ അത് നിരന്തരം സംഭവിക്കും. അതിൽ യാതൊരു കാരണവശാലും ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകില്ല. ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം.